അതിനകത്ത് നമ്മൾ ഹായ് നമസ്കാരം. അപ്പൊ നമ്മളിന്ന് ഗുരുവായൂർ അമ്പലനട എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ ഇനി തൊഴാൻ പറ്റുമോ എന്തോ അറിയത്തില്ല. നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് നാളെ ചിലപ്പം പറ്റുമായിരിക്കുള്ളൂ. വെളുപ്പിനെ പോയി തൊഴുതിട്ട് നമുക്ക് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ എല്ലാം ഗോകുലം ഗോകുലം എന്ന് എഴുതിയേക്കുന്നതാണോ? എല്ലാരും ഗോകുലത്തിന്റെ ആൾക്കാരാ. ഗോകുലം ഹോട്ടൽ. ഇവിടൊക്കെ ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ ഏട്ടാ. ഇതെന്തുവാ? ശ്രീകൃഷ്ണ. ഇത് ഹോട്ടലാണല്ലോ. അല്ല, അപ്പുറത്ത് ഞാൻ കണ്ട്. അല്ല, ഗുരുവായൂരിന്റെ തന്നെ അതിന്റെ ഫ്രണ്ട് സൈഡ് കണ്ടേട്ടാ. അല്ല, ഒരു പരുന്തിങ്ങനെ ഇരിക്കുന്നത്. ആ ദാണ്ട റെസ്റ്റോറന്റ് ഒക്കെ കാണുന്നു. പണ്ടൊരിക്കൽ വന്നപ്പോ നമ്മൾ അങ്ങോട്ടാ പോയെ. അല്ല, നമുക്ക് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഹോട്ടലിന്റെ അടുത്തോട്ട് വന്നിരിക്കുക. നമുക്ക് റൂമൊക്കെ ഉണ്ടോ നോക്കാനായിട്ടെ. നമുക്ക് ഇവിടുന്ന് സ്റ്റേ ചെയ്യണമല്ലോ. വൈകുന്നേരമായി, സന്ധ്യയായി. ഇപ്പൊ സന്ധ്യയായി. എവിടെയെങ്കിലും റൂം കിട്ടണം. അതെന്താ? ചെക്കൗട്ട് ചെയ്യണം, പിന്നെ ഉറപ്പില്ല. അതെന്തായിരിക്കും? ഇന്ന് തിങ്കളാഴ്ചയോ? നാളത്തെ കണ്ട് ഗോപാലത്തിൽ ജിജി ടവർ ഗോകുലം ഗോപാലിന്റെ ആണോ? ഗോകുലത്തിന്റെയാ? ജിജി ടവർ ഗോകുലം ഗോപാലൻ. ജിജി ഹോസ്പിറ്റൽ ആറ്റിങ്ങലുണ്ട്. നമസ്കാർ ടൂറിസ്റ്റ് ഹോം. അതിവിടെ അടുത്ത് തന്നെയാണല്ലോ. വാക്കിംഗ് ആണോ? വാക്കിംഗ് ഡിസ്റ്റൻസ് ആണോ? ഗീതാ ഗോകുലം ഗോവിന്ദം. ഗീതാ ഗോവിന്ദം. ഇതെല്ലാം ഇതിന്റെ ഇവിടൊക്കെ ഇവിടെ ഫുള്ള് ഇതാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം കീറിയ റേറ്റ് അല്ലാതെയും വൃത്തിയും കൂടെ ഉള്ളത് നോക്കണം. അല്ലാതെ ഏതെങ്കിലും കച്ചടയിലായാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. നമുക്കൊരു വൃത്തിയോടെ വേണം. മോനെ കണ്ണിക്കൊള്ളും മോനെ പേന. അമ്പൂട്ടി ആന ആന ആന. എനിക്ക് ഭയങ്കര പേടിയാ. ആന്ന് തവളിയാ മതി. അവനെല്ലാം പറയുന്നേ അങ്ങനെയാണ്. എന്താ അങ്ങനെന്ന് പറഞ്ഞേ? ഒന്നര കിലോമീറ്റർ ഇതൊക്കെ കാണാനൊരു രസം അല്ലേ? ഈ ലൈറ്റൊക്കെ ഇട്ട്. നമ്മൾ കട ആയോ ഏട്ടാ? ഹോട്ടൽ രാജവത്സം. പഴയിടം രുചി ഗുരുവായൂർ. അപ്പം നമ്മളിവിടെ കയറുക കേട്ടോ. ഇല്ല, ഫോണേ ഇല്ല. അച്ഛനും മോളൂടെ അമ്പലത്തിൽ തൊഴാൻ പോയേക്കുക. ഞാനും അമ്പാടിയും കൂടെ ഇവിടെ ഇരിക്കുക. നല്ല വൈകുന്നേരത്താണ്, നല്ല തിരക്കുണ്ട്. മയിൽപ്പീലി വരുന്നത് 850. ഗോൾഡ് ചെറുതിന് 250 അല്ലേ ഏട്ടാ? ചായ കുടിക്കാൻ ഇറങ്ങുന്നത്. എന്നാ ഏട്ടാ ഫോണ്? ആ കടയിൽ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. പഴയിടം രുചി. ഇവിടെ മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഫുഡ് കിട്ടുന്നത് കേട്ടോ. വേറെ എങ്ങും കിട്ടുന്നില്ല. ഗ്യാസ് അതല്ല, ഗ്യാസ് പ്രശ്നം കൊണ്ട് പലയിടത്തും ഇല്ല. ഇവർ പിന്നെ വിറവിനകത്ത് വെച്ചിട്ട് തീയിരിക്കുന്നുണ്ടേ. അടുപ്പിനകത്ത് നമ്മൾ ചായ കുടിക്കാൻ പോവുക. അതുകൊണ്ട് അവിടെ
2 വട, ഒരു പഴംപൊരി. ഇനി ബാക്കി എന്തുവാ? പഴംപൊരി എന്ന് പറയുന്നത് അമ്പൂത്തി രതീഷ് കിടക്കുന്ന ഉറങ്ങുന്ന കണ്ടില്ലേ? രതീഷ് എഴുന്നേക്ക്. രതീഷ് ഇങ്ങനെ ഉറങ്ങാമോ? എഴുന്നേക്കുന്ന വെട്ടേക്കിനൊക്കെ ഇപ്പൊ പഴയ പോലെ ഷേപ്പില്ല, വെട്ടില്ല. അതിൽ കുറെ വെട്ട് വരുമായിരുന്നു, അതുകൊണ്ടാണ് പണ്ടൊക്കെ. വണ്ടി നിറയെ സാധനങ്ങളാ. വണ്ടി ഡോർ ഇവിടെ തട്ടല്ലേ. ദേവസ്വത്തിൻ്റെ ഇതാണ് കേട്ടോ, പാഞ്ചജന്യം റെസ്റ്റ് ഹൗസ്. അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത്. അതിനകത്താണ് നമ്മുടെ ഇവിടെയാണ് റൂം എടുത്തേക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു ആനയൊക്കെ ഉണ്ട്. പണ്ടൊരിക്കൽ വന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അന്നേരം നമ്മൾ ചൊവ്വയെ കയറാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഇപ്പോഴും ഞാൻ കയറിയില്ല അമ്പലത്തിൽ. ഏട്ടൻ മാത്രമേ പോയുള്ളൂ. ഭവ്യക്ക് കമ്മല് മേടിച്ചിട്ടുണ്ട്. ഭവ്യ കമ്മലിടുക. ഇത്രയും വലുത് വേണമായിരുന്നു ഭവ്യ. 50 രൂപയാണ്. 50 രൂപയായിരുന്നു കേട്ടോ ഇത്. കുറച്ചുകൂടെ വലുത് വേണമായിരുന്നു. അടിപൊളി അടിപൊളി. നിറയെ കല്യാണം ഉണ്ട്. അതാ ഇവിടെ ഇത്രയും തിരക്ക്. അതുകൊണ്ട് ഒത്തിരി പേര് കല്യാണം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, ചെറുക്കനും പെണ്ണും ഒക്കെ. എന്തുവാ? ഫുഡ് നാളെ തൊട്ടില്ലെന്നായിരിക്കും. പഴയിടത്തിൻ്റെ അവരുടെ കടയിലായിരുന്നു കേട്ടോ നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരും അടയ്ക്കുവാണ്, ഗ്യാസ് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട്. ഏതോ ഒരു സിനിമാ താരത്തിൻ്റെ കല്യാണം ഇന്നിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ചുറ്റുമാണ് ഉള്ള ക്യാമറ മൊത്തം നിൽക്കുക. കുറേ നേരം കൊണ്ടേ കുറേ നേരം കൊണ്ടേ ഇവിടെ ശരിക്കും ആൾക്കാർ കൂടി നിൽക്കുന്നു. നമ്മൾ കണ്ട് നേരത്തെ ആ കുട്ടി അവർ സെറ്റ് സാരി കൊടുത്തോണ്ട് പോകാൻ കണ്ട. ഊണിന് വന്നപ്പോഴാണെന്ന് തോന്നുന്നു, കല്യാണം കഴിഞ്ഞ ഉടനെ. പക്ഷെ അവരെ ഇതുവരെയും ക്യാമറക്കാർ വിട്ടിട്ടില്ല കേട്ടോ. അവിടെ നിൽപ്പുണ്ട് അവർ രണ്ടുപേരും. റെസ്റ്റ് ഹൗസിന്റെ മുന്നിലാണ് അവര്. കല്യാണ വണ്ടി ഇന്നെങ്കിൽ ശരിക്കും കല്യാണമായിരുന്നു കേട്ടോ. റൂമുകളും കിട്ടാനും, അതുമല്ല ഭയങ്കര തിരക്കും. സദ്യയുടെ അവിടെ എല്ലാം ഭയങ്കര തിരക്ക്. പോരാത്തതിന് ഗ്യാസ് ഇല്ലാത്ത ബുദ്ധിമുട്ടും ഞാനൊക്കെ അറേഞ്ച് ചെയ്തവരുടെ ഭാര്യ പാടല്ലേ കേട്ടാ. ഗ്യാസ് ഇല്ലാതെ വരുമ്പോഴേ എന്തോ പെണ്ണിറങ്ങാൻ പോവാടെ അവിടെ. അതുകൊണ്ട് അതാണ് നടൻ. അതേത് ചെറുക്കേ? വേറൊരു കല്യാണ വണ്ടി. അവർ പോട്ടെ, അവർക്ക് കുറുകിന് കയറണ്ട, അവർ പോട്ടെ. ചെറുക്കനും പെണ്ണും. ഞാൻ സീരിയൽ കാണാറില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക. എന്തിട്ട ഗഡിന്നങ്ങാണ്ടൊക്കെയാ. എന്തിട്ട് കിടാവേന്നോ? അതാണോ തൃശ്ശൂര്? ദേവസ്വത്തിന്റെ ആസ്പത്രിയൊക്കെ ഉണ്ടല്ലേ ഇവിടെ അടുത്ത് തന്നെ. അതാണോ ഇത്? AC ഒന്നും വർക്കാവുന്നില്ലേ? ചുവന്ന ഫോണാണോ? ഇത് ഏത് നടയാ? കിഴക്കേ നട. ഇതാണ് കിഴക്കേ നട. കല്യാണ ബഹളം തന്നെ നടക്കുക. അതെന്തോ ഓഡിറ്റോറിയം ഉണ്ടോ അവിടെ? അവിടെ മധു ഗുരുവായൂരത്ത് തിരക്കപ്പോഴും എന്തുമായിരിക്കും ഉത്സവമൊക്കെ ആവുമ്പോ. ഇതാരും നമ്മൾ കണ്ട അതുവഴി. ക്ഷേത്ര പ്രവേശ സത്യാഗ്രഹം സ്മാരകം. ക്ഷേത്രപ്രവേശ സത്യാഗ്രഹ സ്മാരകം അവിടെ പറയാം. വീഡിയോ കിട്ടത്തില്ല.
നമ്മൾ അമ്പല കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വണ്ടി വരുന്നേട്ടാ? എന്താ ഓടിപ്പോകാൻ ചെന്നൈയൊക്കെ കഴിഞ്ഞു. ഈസി മറ്റേ റോഡ് ക്രോസ് ചെയ്തു. വീട്ടവറോ? വീട്ടവർ